إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അൻസാരിയായ സ്ത്രീ ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹ വന്ന് പറയുകയുണ്ടായി, മാ അറാ കുല്ല ഷൈഇൻ ഇല്ലാ ലിർരിജാൽ. റസൂലേ, ഖുർആനിൽ ഏതൊരു കാര്യം പറയുമ്പോഴും അത് പുരുഷന്മാരോടായിട്ടാണല്ലോ, അല്ലെങ്കിൽ പുരുഷന്മാരുമായി ബന്ധപ്പെടുത്തിയിട്ടാണല്ലോ പറയുന്നത്. വമാ അറൻ നിസാ യുദ്കർന ബിശൈഇൻ, സ്ത്രീകളെ പ്രത്യേകമായിട്ട് ഒന്നും പറയുന്നില്ലല്ലോ എന്നുള്ളത്. അറബി ഭാഷയുടെ രീതിയിൽ തന്നെ പൊതുവായി പറയുന്ന ഒരു കാര്യത്തിൽ പുരുഷന്മാരെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുക, അല്ലെങ്കിൽ ഈമാനും ഇസ്ലാമും ചർച്ച ചെയ്യുമ്പോൾ അത് പുരുഷന്മാരിലേക്ക് ചേർത്ത് പറയുക എന്നുള്ളത് അതിന്റെ രീതിയാണ്. പക്ഷേ ഈ സ്ത്രീകളിലേക്ക് അത് പ്രത്യേകമായി പറഞ്ഞു കേൾക്കണമെന്ന ആഗ്രഹം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ഈ കാര്യം ചോദിക്കുകയുണ്ടായി. അപ്പോൾ സൂറത്തുൽ അഹ്സാബിലെ ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, മുസ്ലിമീങ്ങളായ സ്ത്രീ പുരുഷന്മാർ, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങളായ സ്ത്രീ പുരുഷന്മാർ, വൽ ഖാനിതീന വൽ ഖാനിതാത്ത്, അല്ലാഹുവിനോട് താഴ്മ കാണിക്കുന്ന സ്ത്രീ പുരുഷന്മാർ, വസ്സാദിഖീന വസ്സാദിഖാത്ത്, സത്യസന്ധരായ സ്ത്രീ പുരുഷന്മാർ, വസ്സാബിരീന വസ്സാബിറാത്ത്, ക്ഷമാലുക്കളായ സ്ത്രീ പുരുഷന്മാർ, വൽ ഖാശിഈന വൽ ഖാശിആത്ത് വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്, അല്ലാഹുവിനോട് അങ്ങേയറ്റം താഴ്മ കാണിക്കുന്ന അതുപോലെ തന്നെ ദാനധർമ്മം നിർവഹിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, വസ്സായിമീന വസ്സായിമാത്ത് വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത്, നോമ്പ് അനുഷ്ഠിക്കുന്ന സ്ത്രീ പുരുഷന്മാരും അതുപോലെ തന്നെ അവരവരുടെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും. എന്നിട്ട് പറഞ്ഞു, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും അല്ലാഹുവിന്റെ പാപമോചനവും മഹത്തായ പ്രതിഫലവും സ്വർഗ്ഗവും ഒരുക്കിയിട്ടുണ്ട് എന്ന് അറിയിച്ചു. ഇവിടെ ഓരോ വിഷയത്തിലും പുരുഷന്മാരെയും സ്ത്രീകളെയും പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുകയുണ്ടായി. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച മനുഷ്യരിൽ അല്ലാഹു തആല അതിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും സൃഷ്ടിക്കുകയുണ്ടായി. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസാ വഅന്നഹു ഖലഖ الزوجين الذكر والانثى. രണ്ടായത്തുകളിൽ അല്ലാഹു, വ്യത്യസ്ത ആയത്തുകളിൽ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവാണ് സ്ത്രീ പുരുഷന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളത്, നിങ്ങളുടെ ഇണകളിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും ആക്കിയിട്ടുള്ളത് അല്ലാഹുവാണ്. അല്ലാഹുവിനോടുള്ള ബാധ്യതകളിൽ, മതപരമായ കടമകൾ നിർവഹിക്കുന്നതിൽ, അതിനുള്ള പ്രതിഫലം നൽകുന്നതിൽ, അതിനുള്ള ശിക്ഷ നൽകുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീ പുരുഷന്മാരെ തുല്യമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. അല്ലാഹു തആല പറഞ്ഞു, നോക്കൂ, വമൻ യഅമൽ മിനസ് സാലിഹാത്തി മിൻ ദക്കറിൻ ഔ ഉൻസാ, ആരാണോ നിങ്ങളിൽ പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്, വഹുവ മുഅ്മിനുൻ, യഥാർത്ഥ ഈമാനോടുകൂടി, ഫൗലായിക യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്, വലാ യുദ്ലമൂന നഖീറ, അവരോടൊരു തരിമ്പ് പോലും ദുൽമ് ചെയ്യപ്പെടുകയില്ല. അതുപോലെ തന്നെ ശിക്ഷ നടപ്പിലാക്കുന്ന വിഷയത്തിൽ, വ്യഭിചാരത്തിന്റെ വിഷയത്തിലാവട്ടെ കളവിന്റെ വിഷയത്തിലാവട്ടെ അല്ലാഹു തആല പറഞ്ഞത് കാണാം, അസ്സാനിയതു
വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ ബിഅത ജൽദ. വ്യഭിചരിച്ച സ്ത്രീ പുരുഷന്മാർക്കുള്ള ശിക്ഷ. അതുപോലെ തന്നെ കട്ടെടുത്തവരുടെയും പറയുന്നിടത്ത് സ്ത്രീ പുരുഷന്മാരുടെ ശിക്ഷയെ പറ്റി പറഞ്ഞു. സഹോദരങ്ങളെ, ഇവിടെ നോക്കൂ, മതപരമായ ബാധ്യതകളിൽ, ഈമാനിന്റെ വിഷയത്തിൽ, ഇസ്ലാമിന്റെ വിഷയത്തിൽ, പരലോകത്തെ വിചാരണയുടെ വിഷയത്തിൽ, സ്വർഗനരകത്തിന്റെ വിഷയത്തിൽ സ്ത്രീ പുരുഷന്മാരെ തുല്യമായിട്ടാണ് അല്ലാഹു തആല കണക്കാക്കിയിട്ടുള്ളത്. എന്നാൽ എല്ലാ മേഖലയിലും അങ്ങനെയാണോ? സ്ത്രീക്കും പുരുഷനുമുള്ള ഉത്തരവാദിത്തങ്ങളുടെ വിഷയത്തിലും അവരുടെ മേലുള്ള ബാധ്യതകളുടെ വിഷയത്തിലും വ്യക്തിപരവും സാമൂഹികപരവുമായിട്ടുള്ള അവരുടെ കടമകളുടെ വിഷയത്തിലും അവർ ഒരുപോലെയാണോ? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വേർതിരിച്ചിട്ടുണ്ട്. ഇന്ന് പല ഭൗതികവാദികളും അതുപോലെ തന്നെ ഇസ്ലാമിനകത്ത് പോലും ഫെമിനിസ്റ്റ് ചിന്താഗതികൾ വളർത്തിക്കൊണ്ടുവരുന്ന നവീകരണവാദികളായിട്ടുള്ള ആളുകൾ ഇസ്ലാമിൽ പോലും സ്ത്രീയും പുരുഷനും എല്ലാ നിലക്കും സമമാണെന്ന് വാദിക്കുന്നത് കാണാം. എന്നാൽ അത് വ്യക്തമായ വഴികേടാണ്. നോക്കൂ നിങ്ങൾ, ഒരിക്കലും തുല്യമാകാത്ത രണ്ട് കാര്യങ്ങളെ എങ്ങനെയാണ് ഒരുപോലെയാ കാണുക? രണ്ട് തരങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പരീക്ഷയൊക്കെ വെച്ച് എങ്ങനെയാണ് അതിൽ വിജയിയെ തിരഞ്ഞെടുക്കുക? ഒരു ന്യൂനതയുള്ള ഒരാളും പൂർണ്ണ ആരോഗ്യമുള്ള ഒരാളും ഒരു മത്സരത്തിൽ പങ്കെടുത്ത് അതിലൊരു വിജയിയെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക? അതൊരിക്കലും യോജിച്ചതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമായി പറഞ്ഞു, വലൈസ ദക്കറു കൽ ഉൻസാ, ഒരിക്കലും ആണ് പെണ്ണിനെ പോലെയാവുകയില്ല, ഒരിക്കലും ഒരു പുരുഷൻ സ്ത്രീയെ പോലെയാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി. വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളുടെയും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് പുരുഷനും സ്ത്രീയും വ്യത്യസ്തരാണ് എന്നുള്ളത്. സ്ത്രീയേക്കാൾ പെണ്ണിനേക്കാൾ ആണിന് ഒരു ദറജ കൂടുതലുണ്ട്, സ്ഥാനമുണ്ട് എന്നുള്ളത് വ്യക്തമായി പഠിപ്പിച്ചേ കാണാം. സ്ത്രീയെ പറ്റി പറയുന്നിടത്ത്, പെൺവർഗത്തെ പറ്റി പറയുന്നിടത്ത് അല്ലാഹു തആല പറഞ്ഞു, അവമയുനശ്ശഉ ഫിൽ ഹില്യ വഹുവ ഫിൽ ഖിസാമി ഗൈറു മുബീൻ, ആഭരണങ്ങൾ അണിയിക്കപ്പെട്ടുകൊണ്ട് വളർത്തിക്കൊണ്ടുവരുന്നവർ, അതുപോലെ തന്നെ ഒരു വാദം വ്യക്തമാക്കുന്നിടത്ത് കൃത്യതയോടുകൂടി അത് സമർത്ഥിക്കാൻ കഴിയാത്തവർ എന്നുള്ളത് സ്ത്രീകളുടെ ന്യൂനതയാണ്. സൗന്ദര്യത്തിൽ കുറവ് വരുന്നത് കൊണ്ട് തന്നെ അവർ ആഭരണങ്ങൾ അണിയിക്കപ്പെട്ട് കൂടുതൽ സൗന്ദര്യം പൂർത്തീകരിക്കാൻ പരിശ്രമിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഒരു കാര്യം സമർത്ഥിക്കാൻ സ്ത്രീവർഗം എന്ന നിലയ്ക്ക് അവർക്ക് പൂർണ്ണമായ കഴിവ് പുരുഷന്മാരെ പോലെയില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, കാര്യങ്ങളുടെ ചിന്താശേഷിയിലാവട്ടെ, ശരീരത്തിന്റെ ഘടനയിലാവട്ടെ, ശരീരത്തിന്റെ ശക്തിയിലാവട്ടെ, എല്ലാ നിലക്കും സ്ത്രീയേക്കാൾ പുരുഷന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നുബുവത്ത്, നബിമാരായി പുരുഷന്മാരെ മാത്രം തെരഞ്ഞെടുത്തത്. നോക്കൂ, സാക്ഷികളെ തെരഞ്ഞെടുക്കുന്നിടത്ത് ഒരു പുരുഷനില്ല എങ്കിൽ അവിടെ രണ്ട് സ്ത്രീകൾ അതിന് പകരം വേണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ലാഹു തആല പറഞ്ഞു, നോക്കൂ, വസ്തശ്ഹിദൂ ഷഹീദൈനി മിൻ റിജാലിക്കും ഫഇൻ ലം യകൂനാ റജുലൈനി ഫറജുലുൻ വംറഅതാനി മിമ്മൻ തർളൗന മിനശ് ശുഹദാ, നിങ്ങൾക്ക് രണ്ട് പുരുഷന്മാരെ സാക്ഷികളായി വെക്കാം. അതിലൊരു പുരുഷൻ നിങ്ങൾക്കില്ല എങ്കിൽ, രണ്ട് പുരുഷന്മാരില്ല എങ്കിൽ ഒരു പുരുഷന് പകരമായി രണ്ട് സ്ത്രീകളെയാണ് വെക്കേണ്ടത്. അവർ മറന്നുപോയാൽ ഓർമ്മിപ്പിക്കാനും അതുപോലുള്ള കുറവുകളും ഉള്ളത് കാരണത്താൽ സഹോദരങ്ങളെ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ മുസ്ലിം സ്ത്രീകളിൽ പോലും ഈ ഒരു വാദം വളർന്നു വരുന്നു. ഞങ്ങൾ പുരുഷന്മാരെ ഒപ്പമാണ്, പുരുഷന്മാരെ പോലെ തന്നെയാണ് എല്ലാ നിലക്കും, എല്ലാ കടമകളും, എല്ലാ ബാധ്യതകളും ഞങ്ങൾ തുല്യമായാണ് ചെയ്യേണ്ടത് എന്നുള്ള ചിന്താഗതി, ഈ പിഴച്ച വാദം ആളുകൾക്കിടയിൽ പടർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, ലൻ യുഫ്ലിഹ ഖൗമുൻ വല്ലൗ അംറഹും ഇംറഅതൻ, ഒരു സമൂഹം, അവളുടെ ആ സമൂഹത്തിന്റെ അധികാരം ഒരു സ്ത്രീയുടെ കയ്യിലാണെങ്കിൽ, അതിന്റെ നിയന്ത്രണം ഒരു സ്ത്രീയുടെ നിയന്ത്രണത്തിന് കീഴിലാണെങ്കിൽ അവർ ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വിലായത്ത് അത് പുരുഷന്മാരുടെ കയ്യിലാണ് ഉണ്ടാകേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പുരുഷന്മാരുടെ മേലെ അവരുടെ ശറഫുള്ളത് കൊണ്ട് തന്നെ, അവർക്ക് ശ്രേഷ്ഠതയുള്ളത് കൊണ്ട് തന്നെ അവരുടെ കീഴിലുള്ള സ്ത്രീകളുടെ സംരക്ഷണം, അവരുടെ ഉത്തരവാദിത്തം, അവരുടെ മേലെയുള്ള ചിലവഴിക്കൽ, അവരുടെ മേലെയുള്ള മേൽനോട്ടം, ഇതെല്ലാം പുരുഷന്മാരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളത്, ഒരു സ്ത്രീയുടെ കയ്യിലല്ല. കുടുംബത്തിന്റെ മേൽനോട്ടവും ഉത്തരവാദിത്തവും അവിടെ ചെലവിന് കൊടുക്കലും അതുപോലുള്ള കാര്യങ്ങൾ ഒരു സ്ത്രീയുടെ കയ്യിലല്ല അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാരാണ് സ്ത്രീകളുടെ മേലെ കൈകാര്യകർത്തൃത്വമുള്ളവർ. ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖു മിൻ അംവാലിഹിം, അവരവരുടെ സമ്പത്ത് ചെലവഴിക്കുന്നതിനാൽ അല്ലാഹു തആല നൽകിയിട്ടുള്ള ഫദ്ലാണത്, അല്ലാഹു തആല തീരുമാനിച്ചിട്ടുള്ള ശ്രേഷ്ഠതയാണത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ സ്ത്രീ പുരുഷന്മാർക്ക്, ഭാര്യാഭർത്താക്കന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടമകളും ബാധ്യതകളും എല്ലാം ഉണ്ടായിരിക്കെ തന്നെ അവിടെ പുരുഷന്, ഭർത്താവിന് ഒരു ദറജ കൂടുതലായിക്കൊണ്ട് അല്ലാഹു തആല നിശ്ചയിച്ചു. അല്ലാഹു തആല പറഞ്ഞു, നോക്കൂ, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ് വലിർരിജാലി അലൈഹിന്ന ദറജ,
സ്ത്രീക്ക് അവർക്ക് ബാധ്യതകൾ കടമകൾ ഉള്ളതുപോലെ തന്നെ അവർക്ക് അവകാശങ്ങളും കിട്ടേണ്ടതുണ്ട്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു വലിർരിജാലി അലൈഹിന്ന ദറജ, എന്നാൽ പുരുഷന്മാർക്ക് അവരുടെ മേലെ സ്ത്രീകളുടെ മേലെ ഒരു ദറജയുണ്ട്, ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത്. സഹോദരങ്ങളെ, ഇനി ദീനിന്റെ വ്യത്യസ്ത നിയമങ്ങൾ അതിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്ത്രീകൾക്ക് യോജിച്ച രീതിയുള്ള നിയമങ്ങൾ അവർക്കും പുരുഷന്മാർക്ക് യോജിച്ച നിയമങ്ങൾ അവർക്കും പ്രത്യേകമായി നൽകിയത് കാണാം. നോക്കൂ, സ്ത്രീകളുടെ വിഷയത്തിൽ ഹൈവോ നിഫാസോ ഉള്ള സമയങ്ങളിൽ അവർക്ക് നിസ്കാരമോ നോമ്പോ ആവശ്യമില്ല. അവർക്ക് പിന്നീട് നോമ്പ് നോറ്റുവീട്ടിയാൽ മതിയാകും. മെഹ്റമില്ലാതെ ഒരു യാത്ര ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റു പല നിയമങ്ങളും, ജിഹാദ് അവരുടെ മേലെ നിർബന്ധമില്ല. അങ്ങനെ പല നിയമങ്ങളും വ്യത്യാസം കാണാം. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്വർണവും പട്ടും അനുവദനീയമാണ്, പുരുഷന്മാർക്കാണെങ്കിൽ അത് വിരോധിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും യോജിച്ച രീതിയിൽ അല്ലാഹു തആല വിധിവിലക്കുകളെ ദീനിൽ സ്ഥിരപ്പെടുത്തിയത് കാണാം. തന്റെ കുടുംബത്തിന് ചെലവഴിക്കുക എന്നുള്ളത് പുരുഷന്റെ മേലെ നിർബന്ധ ബാധ്യതയായിക്കൊണ്ട് തന്റെ ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുക്കുക എന്നുള്ളത്, അവരുടെ കാര്യം നോക്കുക എന്നുള്ളത് പുരുഷന്റെ മേലെ ബാധ്യതയായി അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നു. അല്ലാഹു തആല പറഞ്ഞു വൽവാലിദാതു യുർദിഅന ഔലാദഹുൻ حولين كاملين لمن أراد أن يتم الرضاعة وعلى المولود له رزقهن وكسوتهن بالمعروف. സ്ത്രീകൾ അവർ ഗർഭകാലത്താവട്ടെ അത് കഴിഞ്ഞ് മുല കൊടുക്കുന്ന കാലത്താവട്ടെ ആ സ്ത്രീക്കും കുട്ടിക്കുമുള്ള ആവശ്യമായിട്ടുള്ള ചെലവ്, അവരുടെ ഭക്ഷണമാവട്ടെ അവരുടെ വസ്ത്രമാവട്ടെ, ഈ കാര്യങ്ങളുടെ ഉത്തരവാദിത്തം പുരുഷനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ ദീനിന്റെ നിയമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുരുഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളെക്കാൾ ഒരു സ്ഥാനവും പദവിയും നൽകിയിട്ടുണ്ട്. ഇനി അനന്തരാവകാശ സ്വത്ത് വീതിക്കുന്ന വിഷയത്തിലാവട്ടെ പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും ഒരു ഓഹരി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ സ്ത്രീകളെക്കാൾ ഇരട്ടി പുരുഷന് നൽകിയിട്ടുണ്ട് എന്ന് മാത്രം. അല്ലാഹു തആല പറഞ്ഞു യൂസീകുമുല്ലാഹു ഫീ ഔലാദികും ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. രണ്ട് സ്ത്രീകളുടെ ഓഹരിയാണ് ഒരു പുരുഷന് നൽകപ്പെടുക. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്? ഇതാണ് അനീതി എന്ന് ചില ആളുകൾ പറയുന്നത്. സഹോദരങ്ങളെ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പുരുഷന്മാരുടെ മേലെയാണ് സ്ത്രീകളുടെ ചെലവഴിക്കൽ, പുരുഷന്മാരുടെ മേലെയാണ് അവരുടെ കുടുംബം നോക്കൽ, സ്ത്രീകളുടെ മേലെയല്ല ആ ബാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഓഹരി വീതിക്കുന്നിടത്ത് ആ വ്യത്യാസം അവിടെ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ദീനിന്റെ മറ്റു നിയമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വൈകാരികമായ അവസ്ഥയിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ദുർബലായതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചിന്തിച്ച് വിവേകത്തോടുകൂടി തീരുമാനമെടുക്കുന്നതിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ദുർബലരായതുകൊണ്ട് തന്നെ നിക്കാഹിന്റെ വലിയാവുക എന്നുള്ളത്, ത്വലാഖിന്റെ ഉത്തരവാദിത്തം, മടക്കിയെടുക്കുന്നതിന്റെ ഉത്തരവാദിത്തം, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചത് പുരുഷന്റെ കയ്യിലാണ്, സ്ത്രീകളുടെ കയ്യിലല്ല. കാരണം വൈകാരികമായി തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സ്ത്രീകൾ ദുർബലരായതുകൊണ്ട് തന്നെ. നോക്കൂ, ത്വലാഖിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം പുരുഷന്മാർക്ക് നൽകി. എന്നാൽ കുഞ്ഞുങ്ങളോടുള്ള കൃപ, കാരുണ്യം അത് ഉമ്മമാരുടെ അടുക്കൽ, സ്ത്രീകളുടെ അടുക്കൽ ഉണ്ടാവുക എന്നുള്ളത് കൊണ്ട് തന്നെ ആ ത്വലാഖിന്റെ സമയത്ത് കുഞ്ഞുങ്ങളെ നോക്കാനുള്ള, പരിചരിക്കാനുള്ള അവകാശം അത് ഉമ്മയുടെ കയ്യിലും ഏൽപ്പിച്ചു കൊടുത്തു ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ. ഒരിക്കൽ ഒരു സ്ത്രീ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നബ്നി ഹാദാ കാന ബത്നി ലഹു വിആൻ, എന്റെ ഈ മകനുണ്ടല്ലോ ഇവന്റെ താമസ സ്ഥലം എന്റെ വയറായിരുന്നു, വസദി ലഹു സിഖാൻ, അവന് മുല കൊടുത്തത് എന്റെ മാറിൽ നിന്നാണ്, വഹജ്രി ലഹു ഹിവാൻ, എന്റെ മടിത്തട്ടിലാണ് അവൻ അഭയം തേടുന്നത്, വഇന്ന അബാഹു ത്വല്ലഖനി, ഇവന്റെ ഉപ്പ എന്നെ ത്വലാഖ് ചെയ്തിരിക്കുന്നു, വഅറാദ അയൻതസിഅഹു മിന്നി, എന്നിൽ നിന്ന് അവനെ വേർതിരിക്കാൻ നോക്കുകയാണ്, അഥവാ എന്നിൽ നിന്ന് ഈ മകനെ അദ്ദേഹം എടുക്കാൻ ഉദ്ദേശിക്കുകയാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതി അഹഖു ബിഹി മാ ലം തൻകിഹി, നീ വേറെ വിവാഹം കഴിക്കാത്തോടത്തോളം കാലം ആ കുഞ്ഞിന്റെ മേലെയുള്ള അവകാശം കൂടുതൽ നിനക്കാണുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഇങ്ങനെ ദീനിന്റെ എല്ലാ മേഖലയിലും ശാരീരികവും മാനസികവുമായുള്ള നിലക്ക് ഏതൊരു കാര്യം കൈകാര്യം ചെയ്യാവുന്ന നിലക്ക് പുരുഷന് യോജിച്ച ഉത്തരവാദിത്തങ്ങൾ പുരുഷനും സ്ത്രീക്ക് യോജിച്ച ഉത്തരവാദിത്തങ്ങൾ സ്ത്രീക്കും നൽകിയിട്ടുള്ള മതമാണ് ഇസ്ലാം എന്നുള്ളത്. സൃഷ്ടിച്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കറിയാം, നിന്നെ ആണായും നിന്നെ പെണ്ണായും സൃഷ്ടിച്ച അല്ലാഹുവിനറിയാം നിനക്കെന്താണ് കഴിയുക എന്ന്, നിനക്കെന്തിലാണ് ദുർബലതയുള്ളത് എന്നുള്ളത്, നിനക്കെന്തിലാണ് കഴിവുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് അല്ലാഹു തആല കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ദാമ്പത്യ ജീവിതത്തിലും കടമകളും ബാധ്യതകളും വേർതിരിക്കുന്നിടത്ത് സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ ബാധ്യതകളുണ്ട്, കടമകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. പുരുഷനും അതുപോലെ തന്നെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന ലക്കും അലാ നിസാഇക്കും ഹഖ്ഖൻ വലിനിസാഇക്കും അലൈക്കും ഹഖ്ഖൻ, തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് സ്ത്രീകൾക്ക് അവകാശമുണ്ട്, സ്ത്രീകളിൽ നിങ്ങൾക്കും അവകാശങ്ങളുണ്ട്. ഫഅമ്മാ ഹഖ്ഖുകും അലാ നിസാഇക്കും
فلا يطعن فرشكم من تكرهون ولا يأذن في بيوتكم لمن تكرهون. എന്നിട്ട് പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശം നിങ്ങൾ വെറുക്കുന്ന ആളുകളെ അവരുടെ കിടപ്പറയിൽ പ്രവേശിപ്പിക്കാതിരിക്കുക, നിങ്ങൾ വെറുക്കുന്ന ആളുകളെ നിങ്ങളുടെ വീട്ടിൽ പ്രവേശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അലാ വഹഖുഹുന്ന അലൈക്കും, അവർക്ക് നിങ്ങളുടെ മേലെയുള്ള അവകാശം അഥവാ സ്ത്രീകൾക്ക് ഭർത്താവിന്റെ മേലെയുള്ള അവകാശം അൻ തുഹ്സിനു ഇലൈഹിൻ ഫീ കിസ്വതിഹിൻ വതആമിഹിൻ, വസ്ത്രത്തിലാവട്ടെ ഭക്ഷണ വിഷയത്തിലാവട്ടെ അവരോട് ഇഹ്സാൻ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഭർത്താവിന്റെ മേലെ ബാധ്യതയായി നിശ്ചയിച്ചു. സ്ത്രീകളുടെ മേലെ പരലോക വിജയത്തിന് ഏറ്റവും എളുപ്പമായ രീതിയിൽ അവരുടെ ഭർത്താവിനോടുള്ള കടമകൾ നിർവഹിക്കൽ പഠിപ്പിച്ചു കൊടുത്തു. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, ഒരു സ്ത്രീ അവൾ 5 വക്ത് നിസ്കാരം നിർവഹിക്കുകയാണ്, വസാമത് ഷഹ്റഹ, റമദാനിൽ നോമ്പ് നോൽക്കുകയാണ്, വഹഫിളത് ഫർജഹ, അവളുടെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കുകയാണ്, വഅതാഅത് സൗജഹ, അവളുടെ ഭർത്താവിനെ അവൾ അനുസരിക്കുകയാണ്, ഖീല ലഹ, അവളോട് പറയപ്പെടും, ഉദ്ഖുലി അൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഅതി, സ്വർഗ്ഗത്തിന്റെ ഏത് കവാടം നീ ഉദ്ദേശിക്കുന്ന ഏത് കവാടത്തിലൂടെയും നീ പ്രവേശിച്ചു കൊള്ളുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്ത്രീയും പുരുഷനും എല്ലാ നിലക്കും സമമാണ് എന്നുള്ള ഈ നവീകരണവാദികളുടെ ഈ വാദം, അതുപോലെ തന്നെ ഇസ്ലാമിനെതിരായിട്ടുള്ള പുരുഷന്മാരുടെ മേലെ മാത്രം ഏൽപ്പിച്ചിട്ടുള്ള കടമകൾ സ്ത്രീകളിലേക്ക് ഏൽപ്പിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കാര്യം നമ്മുടെ വരും തലമുറയെ, നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്, അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹ. ഇബാദല്ലാഹ് തഖുല്ലാഹ്. സഹോദരങ്ങളെ, പല ആളുകളും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുള്ള ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഇസ്ലാമിൽ വേണ്ട പോലെ പരിഗണന സ്ത്രീകൾക്ക് നൽകുന്നില്ല എന്നുള്ളത്. നാം ആദ്യം പറഞ്ഞതുപോലെ ഒരിക്കലും സമമാവാത്ത 2 കാര്യങ്ങളെ അവർക്ക് തുല്യമായ ഒരു കാര്യം തീരുമാനിക്കുക എന്നുള്ളത് ഒരിക്കലും നീതിയല്ല, അത് അന്യായമാണ്, അത് അക്രമമാണ്. എന്നാൽ ഓരോരുത്തർക്കും യോജിച്ച രീതിയിൽ അതിൻ്റെതായ കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരിപൂർണമായ നീതി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞ ഒരു വാക്ക് കാണാം, വല്ലാഹി ഇൻ കുന്നാ ഫിൽ ജാഹിലിയ്യ മാ നഉദ്ദു ലിന്നിസാഇ അംറൻ. ജാഹിലിയ കാലഘട്ടത്തിൽ, ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഞങ്ങൾ ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല, ഒരു പരിഗണനയും അവർക്ക് നൽകിയിരുന്നില്ല. ഹത്താ അൻസലല്ലാഹു ഫീഹിൻ മാ അൻസൽ വഖസമ ലഹുന്ന മാ ഖസം. അല്ലാഹു തആല അവരുടെ വിഷയത്തിൽ ഇറക്കിയപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഓഹരികൾ, അവരുടെ അവകാശങ്ങൾ അതിനെപ്പറ്റി പഠിപ്പിച്ചപ്പോൾ അതുവരെ ഞങ്ങൾ അവർക്കൊരു വിലയും കൽപ്പിച്ചിരുന്നില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, ഇങ്ങനൊരു സമൂഹത്തിലേക്കാണ് ഇസ്ലാം സ്ത്രീകളുടെ സ്ഥാനവും അവർക്ക് നൽകേണ്ട ആദരവും പഠിപ്പിച്ചത്. ഇന്നും വ്യത്യസ്ത മതങ്ങളുടെ പ്രമാണങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്കൊരു സ്ഥാനമോ വിലയോ നൽകാത്ത ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ മഹത്വം, ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ ആദരവ് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ സമത്വവാദത്തിന് ഇറങ്ങുന്ന ആളുകൾ, പുരുഷനോടൊപ്പം സ്ത്രീകൾ എത്തുമെന്ന് പറയുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിൽ കാണാം. പുരുഷനോടൊപ്പം എത്താൻ മത്സരിച്ച സ്ത്രീകൾക്ക് ഒരു നിലക്കും അവരുടെ ശരീരത്തിനോ മനസ്സിനോ യോജിക്കാത്ത രീതിയിലുള്ള ജോലികളോ അല്ലെങ്കിൽ അതുപോലുള്ള ഉത്തരവാദിത്തങ്ങളോ ഏറ്റെടുക്കുക എന്നല്ലാതെ അതിലൊരിക്കലും വിജയിക്കാനോ അതിൽ സംരക്ഷണം ലഭിക്കാനോ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് മുസ്ലിം സ്ത്രീകളോട് നമുക്ക് പറയാനുള്ളത്, നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങളുടെ റബ്ബ്. അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് നിങ്ങളെ സ്ത്രീകളായി സൃഷ്ടിച്ചത്, പുരുഷന്മാരായി സൃഷ്ടിച്ചത്. നാളെ അള്ളാഹുവിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടാനുള്ളത്. മരണത്തിന് ശേഷമുള്ള ലോകത്തേക്ക് അള്ളാഹുവിന് മുമ്പിലാണ് നിങ്ങൾ ചെന്ന് നിൽക്കാനുള്ളത്. അവിടെ സ്വർഗമുണ്ട്, അവിടെ നരകമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലോകത്ത് വിജയിക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ വാചകം നിങ്ങൾ ആലോചിക്കുക. വലാ തതമന്നൗ മാ ഫദ്ദലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരെക്കാൾ കൊടുത്തിട്ടുള്ള ഫദ്ലിന്റെ മേലെ നിങ്ങൾ അത് മോഹിക്കാൻ നിൽക്കരുത്, നിങ്ങൾ അത് കൊതിക്കാൻ നിൽക്കരുത്. ലിർരിജാലി നസീബും മിമ്മ ഇക്തസബു വലിന്നിസാഇ നസീബും മിമ്മ ഇക്തസബ്ന. പുരുഷന്മാർക്ക് അവരുടേതായ ഓഹരിയുണ്ട്, സ്ത്രീകൾക്ക് അവരുടേതായ ഓഹരിയുമുണ്ട്. എല്ലാ നിലക്കും ആ ഓഹരി അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഇസ്ലാമിൽ വീതിച്ചു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മരണശേഷമുള്ള ലോകത്ത് വിജയിക്കലാണ് യഥാർത്ഥ വിജയം എന്നുള്ള ബോധത്തിൽ ഈ ഫിത്നകളിൽ, ഈ ശുബ്ഹത്തുകളിൽ അകപ്പെടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനോടനുസരിച്ച്, ദീനിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.